ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട കൂട്ടുകാരെ. നമ്മുടെ എല്ലാ ഞായറാഴ്ചയിലും നമ്മൾ നടത്താറുള്ള സൺഡേ സ്പെഷ്യൽ പ്രോഗ്രാമിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, നാടുകളിലൊക്കെ നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയാണ്. എന്നിരുന്നാലും ഈ പ്രതികൂല സാഹചര്യത്തിലും നമ്മോട് കൂടെ ചേർന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, അതുപോലെ തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഇന്നത്തെ സെഷന് എടുക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൽ ഷഫീഖ് സാർ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ടീറ്റു സ്മൈലിയിലെ സ്റ്റാഫ് അംഗങ്ങൾ, ടീച്ചേഴ്സ്, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് വൈകിയ വേളയിൽ കൂടുതലായിട്ടൊന്നും പറയാതെ ഇന്നത്തെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി ഷഫീഖ് സാറിനെ സ്നേഹപൂർവ്വം ടീറ്റു സ്മൈലിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഓഡിയബിൾ ആണോ? ഓക്കെ. സാർ ഓഡിയബിൾ ആണ്. ഓക്കെ, നമ്മളെ ടോപ്പിക്കിലേക്ക് കടക്കാം. എല്ലാവരോടും സ്നേഹം. എൻ്റെ പേര് അബ്ദുൽ ഷഫീഖ് എന്നാണ്. നാട് പാലക്കാടാണ്. ലൈഫ് സ്കിൽ മോട്ടിവേഷൻ ടോക്സ് ഒക്കെ ആയിട്ടാണ് നിലവിൽ ഒരു 2-3 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം നേച്ചർ എന്നുള്ള സംഘടനയിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടുത്തെ മാസ്റ്റർ ലൈഫ് സ്കിൽ ട്രെയിനറാണ്. ഓക്കെ, നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതൊരാൾക്കും അധിക സമയത്തും എന്നല്ല, ജീവിതത്തിൽ ഉടനീളം നമ്മൾ ശ്രദ്ധിച്ചു പോരേണ്ട, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. അതിലൊന്ന് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഒരാൾക്ക് തീരുമാനങ്ങളില്ലാതെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായിട്ട് കടന്നു വരുന്ന ഡിസിഷൻ മേക്കിംഗ് അല്ലെ, നമ്മൾ സാധാരണ പറയലുണ്ട്, നിങ്ങൾ പറയുന്ന ഓരോ യെസ്സിലും നോയിലും നിങ്ങളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും നയിക്കുന്നു. അതായത് നിങ്ങൾ ജീവിതത്തിൽ വിവിധ സമയങ്ങളിൽ പറയുന്ന ഓരോ യെസ്സും നോയും അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. അതാണ് നിങ്ങളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തീരുമാനം, നമ്മുടെ ലൈഫിന്റെ ഓരോ കരിയർ ഘട്ടത്തിലാവട്ടെ, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടാവട്ടെ, നമ്മൾ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോഴും നമുക്ക് വിവിധ സമയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള സാഹചര്യങ്ങൾ വരും. അവിടെ നമ്മുടെ തീരുമാനങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അതൊക്കെ നമുക്ക് ഈ ഒരു സെഷൻ കഴിയുന്നതിനുള്ളിൽ വളരെ ക്രിയാത്മകമായിട്ട് കുറച്ച് കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ക്രിറ്റിക്കൽ തിങ്കിങ് ആണ്. ഈ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും കാണുന്നതൊന്നും കാണുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ സ്വീകരിക്കാൻ നമ്മളെ മനസ്സ് പ്രാപ്തമല്ല. നമുക്ക് ഉചിതമായ തീരുമാനങ്ങൾ, ചില കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഇത് ഉള്ളതാണോ, ഇതിന്റെ ഒരു എത്രമാത്രം ഫേക്ക് കണ്ടന്റ് ഇതിലുണ്ട്. ഇപ്പൊ 24 ന്യൂസിൽ ഒരു പ്രോഗ്രാം തന്നെയുണ്ട്. എന്തിനാണത്? ഫേക്ക് ന്യൂസിനെ ഡിറ്റക്ട് ചെയ്യാൻ. ഇപ്പോൾ ഡാറ്റകളുടെ അതിവിപുലമായ ഒരു ശേഖരമാണ് നമുക്ക് മുൻപിൽ ഉള്ളത്. ഓരോ സമയത്തും നമ്മുടെ വിരലുകൾ കൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് അനേകം ഡാറ്റകളുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഓരോ സ്റ്റുഡന്റും നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി കോഴ്സുകളുടെ ഇതാണ്, വൈപുല്യമാണ്. അതായത് ഒരുപാട് കോഴ്സുകൾ ഉണ്ടാവുക, ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവുക. ഇതിൽ ഏതാണ് ഒരു കുട്ടി സ്വീകരിക്കേണ്ടത്? അതൊക്കെ നമ്മുടെ ക്രിറ്റിക്കൽ തിങ്കിങ്ങുമായിട്ടും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങുമായിട്ടാണ് ബന്ധപ്പെട്ട കിടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്റലിജൻസ്, ഇമോഷണൽ ഇന്റലിജൻസ്. ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടത്, ഒരാളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു? ചില സമയത്ത് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉള്ള ആളുകള്, നമുക്ക് ചില ആളുകളൊക്കെ നമ്മൾ ഗ്യാങ്ങിലേക്ക് കടന്നു വരുന്ന സമയത്ത്, ഇവൻ വന്നു, എന്തൊരു സന്തോഷാണ്,
അങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ടാവും. അതേ സമയത്ത് ചില ആളുകൾ നമ്മളെ കൂട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇമോഷൻസുമായിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പുമായിട്ട് അവർക്ക് അത്ര ബോണ്ട് ഉണ്ടാവില്ല. അപ്പോ ഓരോ വ്യക്തിയും സ്റ്റുഡൻസ് ഗ്രൂപ്പിലാവട്ടെ ടീച്ചേഴ്സ് ഗ്രൂപ്പിലാവട്ടെ ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇതൊക്കെ രൂപപ്പെടുന്നത് ഈ ഒരു 3 പ്രധാനപ്പെട്ട അടിസ്ഥാനമാക്കിയിട്ടാണ്. ഓക്കെ, നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റിയിലൂടെ തുടങ്ങാം. ഒരു കഥ പറയുകയാണ്. ഒരു ക്ലാസ് റൂമിൽ അലീന എന്നും നൂറ എന്നും പേരുള്ള 2 കുട്ടികളുണ്ട്. ക്ലാസ്സിലേക്ക് വന്ന ടീച്ചർ അവരോട് പറയുകയാണ്, ഇന്നൊരു മത്സരം നടക്കാൻ പോവാണ്. മത്സരത്തിൽ സമ്മാനം കിട്ടുന്ന കുട്ടിക്ക് നല്ലൊരു സമ്മാനം ടീച്ചർ ഏറ്റവും വില പിടിപ്പുള്ള ഒരു ചോക്ലേറ്റ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോ എല്ലാവർക്കും ഇത് എനിക്ക് കിട്ടണം അല്ലെ, എനിക്ക് കിട്ടണം എന്നുള്ള വല്ല അതിയായ ആഗ്രഹമുണ്ട്. അങ്ങനെ ടീച്ചർ പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ടീച്ചർ ചോദിച്ച ചോദ്യത്തിന് അലീന പെട്ടെന്ന് ഉത്തരം പറയുകയാണ്. ടീച്ചർ സമ്മാനം അലീനക്ക് നൽകി. കുറച്ചു കഴിഞ്ഞപ്പോ നൂറക്ക് ചെറിയൊരു സങ്കടം. ഈ ഉത്തരം പറഞ്ഞാ മതിയായിരുന്നു. അലീന അലീന എന്ത് ചെയ്തു, ചാടി കയറി ഉത്തരം പറഞ്ഞു. അങ്ങനെ ടീച്ചർ സമ്മാനമൊക്കെ കൊടുത്ത് പീരീഡ് വൈൻഡപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് പോവുകയാണ്. സമ്മാനം കിട്ടിയ നൂറ വളരെ സന്തോഷിച്ചിട്ടിരിക്കുകയാണ്. അലീന ഈ ഒരു വിഷമത്തിലാണ്. ഇനി എങ്ങനെ, ഞാൻ ഒരുപാട് മാസമായിട്ട് കാത്തിരുന്ന ഒരു ചോക്ലേറ്റ് ആയിരുന്നു, ഇനി എനിക്ക് എങ്ങനെ അത് കിട്ടും, അല്ലാതെ ആശങ്കയിലാണ് അലീന. അപ്പോ നിങ്ങൾ ആദ്യ ആക്ടിവിറ്റി ഇവിടെ നൂറ ഇനി എന്താണ് ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാവോ? എന്തെങ്കിലും തീരുമാനമെടുത്താൽ ഏതെങ്കിലും ചെറിയൊരു കാര്യം ചെയ്താൽ എന്തെങ്കിലും ഈ ഒരു കറന്റ് സിനാരിയോ ഈ ഒരു സിറ്റുവേഷന് ഉചിതമായ പരിഹാരം എന്തായിരിക്കും? അലീന ഇനി എന്താ ചെയ്യേണ്ടത്? ഞാനൊരു 3 ഓപ്ഷൻസ് തരാം. അലീന മിഠായി വീട്ടിലേക്ക് കൊണ്ടുപോവുക പൂർണ്ണമായിട്ടും. രണ്ടാമത്തെ ഓപ്ഷൻ അലീന നൂറ വീട്ടിലേക്ക് കൊണ്ടുപോവുക. രണ്ടാമത്തെ ഓപ്ഷൻ നൂറ തനിക്ക് കിട്ടിയ സമ്മാനം താൻ അധ്വാനിച്ച് കിട്ടിയ സമ്മാനം ഫുള്ളായിട്ട് അലീനക്ക് കൈമാറുക. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് അത് 50-50 ആക്കിയിട്ട് സ്വന്തം സുഹൃത്തിന് പകുതി കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം. കൊടുക്കുക, അതല്ലേ ബെറ്റർ. നല്ലൊരു സുഹൃത്താണെന്നുണ്ടെങ്കിൽ കിട്ടിയ ആള് മറ്റേ സുഹൃത്തിന് കൊടുക്കുക മിഠായി. അതിലാണ് സ്നേഹം കണ്ടെത്താൻ സാധിക്കുന്നത്. ഷെയർ ചെയ്യാം. എക്സ്ക്യൂസ് മീ, ആർക്കെങ്കിലും കേൾക്കാവോ? കേൾക്കുന്നില്ല, സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണ്. ഹലോ, ഓഡിയബിൾ അല്ലേ? ഇപ്പൊ കേട്ടു. ഇതുവരെ കേട്ടിട്ടില്ല, ഇപ്പൊ കേൾക്കാം. ഓക്കെ. അപ്പോ കമന്റ് ബോക്സിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ വന്നു. തീർച്ചയായിട്ടും ആ ഒരു സമ്മാനം ഷെയർ ചെയ്യുന്നതിലൂടെയാണ് നൂറ ശരിക്ക് യഥാർത്ഥത്തിൽ സൊസൈറ്റിയിൽ വിജയിക്കുന്നത്. കാരണം സ്വന്തമായിട്ട് ആ ഒരു മിഠായി ഫുള്ളായിട്ട് അലീനക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധം, ഒരു റിഗ്രറ്റ് ആർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നൂറക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഷെയർ ചെയ്യാതെ മൊത്തമായിട്ട് കൊണ്ടുപോയാൽ എന്ത് വിചാരിക്കും? അലീനയും നൂറയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന് എന്ത് ചെയ്യും, അതിനൊരു വിഘാതം, ഒരു ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും നല്ല തീരുമാനം എന്താണ്? ഇതില് നൂറ എടുക്കുന്ന ചോക്ലേറ്റ് 50-50 ആക്കുക എന്നുള്ള ഒരു തീരുമാനമായിരിക്കും.
ഇനി ഡിസിഷൻ മേക്കിംഗ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചെയ്യാം, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവുക? നിങ്ങൾ ജസ്റ്റ് ഇതൊന്നുകൂടി കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു സിറ്റുവേഷൻ ഏതും ആവാം. ഏത് എഡ്യൂക്കേഷൻ മേഖല, ഏത് ടീച്ചിങ്, ഏത് കോഴ്സ് എടുക്കുന്നതാവാം, ജോബ് ഇന്റർവ്യൂകൾ വരുമ്പോൾ ഏത് സെലക്ട് ചെയ്യുന്നതാവാം. അങ്ങനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കുറച്ച് റിസ്ക് എടുത്ത അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ കുറച്ച് ഡിലേ ആയ ഒരു സമയം. ഒരാൾ മുഴുവൻ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യാണ്ടാവാൻ സാധ്യത ഉണ്ട്, അതിൽ നമുക്കൊരു എനിക്കൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ഇതും കൂടി ഒന്ന് പറഞ്ഞോളൂ. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിനെ ബാച്ചിലേഴ്സ്, ആ ബാച്ചിലേഴ്സ് എന്നുള്ളത് എന്താ ഉദ്ദേശിച്ചത് ഒന്ന് പറയാവോ? നമ്മളെ സെഷൻ ഒന്നുകൂടി ഇന്ററാക്റ്റീവ് ആവും. ഏത് സമയത്താണ് ഡിസിഷൻ മേക്കിങ്ങിൽ നിങ്ങൾ കുറച്ച് റിസ്ക് എടുത്തത്? ഓക്കെ, ജോബ്, സ്റ്റഡി, യെസ്. പിന്നെ ജോലി, ഒരു ജോലിയിൽ നിന്നും വേറൊരു ജോലിയിലേക്ക് മാറുന്ന സമയത്ത്. യെസ്, കല്യാണത്തിന് ശേഷമുള്ള പഠനം. ഓക്കെ, ഹോം പ്ലാൻ. യെസ്, വെരി ഗുഡ്. ജീവിതത്തിൽ അത് വല്ലാത്തൊരു ചോദ്യമാണ്, വല്ലാത്തൊരു ഉത്തരാണത്. ഓക്കെ, മാരേജ്, സ്റ്റഡി. യെസ്, ഏറ്റവും കൂടുതൽ ആളുകൾ സ്റ്റഡി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മാരേജ്, ഓക്കെ. ഇനി ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാം? ചില സമയത്ത് ഏറ്റവും കൂടുതൽ ഡിസിഷൻ മേക്കിംഗ് ശരിക്കും യഥാർത്ഥത്തിൽ ഒരുപാട് ചോയ്സുകൾ ഉണ്ടായിരിക്കെ നമ്മൾ അതിൽ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ലോങ് ടേം ഗോളുകൾ സെറ്റ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിൽ, അടുത്ത 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഏത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും? അതൊരു വല്ലാത്ത ചോദ്യമാണ്. അപ്പോൾ അത് ആ ഒരു ചോദ്യത്തെ നമ്മൾ നേരിടാൻ വേണ്ടി നമുക്ക് മുന്നിൽ ഒരുപാട് കോഴ്സ് ഉണ്ടായിരിക്കെ നമ്മൾ ആലോചിച്ച് തീരുമാനമെടുത്ത്, കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ കാര്യമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ കുറെ ഫീൽഡ് സ്റ്റഡീസ് നടക്കണം. പിന്നെ സമപ്രായമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും, സെയിം ഏജുള്ള ആളുകൾ ഉണ്ടാവും. അവരോട് നിരന്തരം കാര്യങ്ങൾ ചോദിക്കുക. പിന്നെ നമ്മൾ എല്ലാ സമയത്തും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് മുന്നേ നടന്ന ആളുകളുടെ അതേ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കും. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ പണ്ട് ഇങ്ങനെയൊക്കെയാണ് പഠിച്ചിരുന്നത്, അപ്പൊ ഞാനും അതേപോലെ പഠിക്കണം. അതൊരു ഇന്നത്തെ കാലത്ത് തീർത്തും തെറ്റായ, അല്ലെ? അതായത് കണ്ണ് കെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുന്നത് പോലെയാണ്. ആദ്യം എല്ലാ റൂട്ടും ക്ലിയർ ആണ്, അവിടെ ഒരൊക്കെ അങ്ങനെ പോയാം, ഒരു സ്ഥലത്തെത്തും. ഓക്കെ, പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ഒരാള് സ്വന്തമായി നമ്മളെ മനസ്സിലാക്കണം. നമ്മളെ തീരുമാനം എന്ത് ചെയ്യണം? നമ്മളെ വ്യക്തിപരമായ നമ്മളെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഏരിയ ഫോക്കസ്ഡ് ആയിരിക്കണം. ഉദാഹരണത്തിന് പറയാം, ചില ക്ലാസ്സിലൊക്കെ നമ്മൾ +2 പഠിക്കുന്ന സമയത്ത്, ഡിഗ്രിയിലേക്ക് മാറുന്ന സമയത്ത് ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഏതാണോ സെലക്ട് ചെയ്തത് അതേ കോഴ്സ് തന്നെ എടുക്കുന്ന ഒരു പാറ്റേൺ ഞങ്ങളെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അവനോട് ചോദിച്ചാൽ എന്തിനാണ് BA ഇംഗ്ലീഷ് എടുത്തതെന്ന് ചോദിച്ചാല്, ക്ലാസ്സിൽ അധികം ആളും BA ഇംഗ്ലീഷ് എടുത്തു, അതുകൊണ്ട് ഞാനും എടുത്തു എന്നുള്ളൊരു ഇന്ന് ആലോചിക്കുമ്പോൾ വളരെ മണ്ടൻ തീരുമാനമായിട്ട് തോന്നലുണ്ട്. കാരണം ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പ്രാവീണ്യം അറബിക്കിലായിരിക്കെ അല്ലെങ്കിൽ ഉറുദുവിലായിരിക്കെ അവൻ എന്തുകൊണ്ട് ഇംഗ്ലീഷ് എടുത്തു? അപ്പൊ നമ്മുടെ തീരുമാനം എല്ലാ കാലത്തും മാക്സിമം നമ്മുടെ ഒരു സെൽഫ് അവയർനെസ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. നമ്മളിങ്ങനെ ആലോചിക്കുക, എനിക്ക് ഏറ്റവും ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന, ഏറ്റവും കൂടുതൽ മിടുക്കനാവാൻ കഴിയുന്ന ജോലി സാധ്യതകളുള്ള ജോലി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കരിയർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അപ്പോ അങ്ങനത്തെ ഒരു സെൽഫ് അവയർനെസ്
ഫോക്കസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളെ ഓരോ തീരുമാനം എടുക്കുക. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ ഏറ്റവും പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഒന്ന് എന്താണ്, ടാക്ടിക്കൽ ആണ്. അതായത് ഒരു ചെറിയ ഷോർട്ട് ടേം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു പ്രൊജക്ട് ഓൺ ആക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ പല ഒരാൾ സ്പീക്കർ ആവുക എന്നുള്ളത് വല്ലാത്ത ആഗ്രഹമാണ്. കാരണം നമ്മൾ നിരന്തരം സംസാരിക്കേണ്ട ആളുകളാണ്. രണ്ട് സൊസൈറ്റിയിൽ രണ്ടാളുകളാണുള്ളത്. ഒന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവരും, പിന്നെ തീരെ സംസാരിക്കാൻ സ്റ്റേജ് ഫിയർ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും, കഥ പറയാൻ അല്ലാത്ത ടെൻഷൻസ് ഉള്ള ആളുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മളെ ചെറിയ ഒരു തീരുമാനം കൊണ്ട് ഏത് കാലത്തും എല്ലാ കാലത്തും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ബാക്ക് ബെഞ്ചേഴ്സ് ആവാൻ കഴിയില്ല, ബാക്കിലേക്ക് മാറി നിൽക്കാൻ കഴിയില്ല. നമ്മൾ മുന്നോട്ട് വരേണ്ട തീരുമാനം എടുക്കേണ്ട സമയത്ത് നമ്മൾ തന്നെ തീരുമാനമെടുക്കണം. ഇനി മൂന്നാമത്തെ സാധനം ഉള്ളത്, മൂന്നാമത്തെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉള്ളത് ഓപ്പറേഷണൽ ആണ്. അതെന്താന്ന് വെച്ചാല് നമുക്ക് ചില കാര്യങ്ങളൊക്കെ, ഉദാഹരണം രാവിലെ ഞാൻ നടക്കാൻ ഇറങ്ങും, ഈ ഒരു കാര്യം ഒരു ഓപ്പറേഷണൽ ആണ്. നമുക്കിത് എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള സ്റ്റാർട്ടിങ് തുടക്കം കുറിക്കണം. പിന്നെ അത് നമ്മുടെ ഒരു ഡെയിലി റൂട്ടീൻസ് ഒക്കെ തിരഞ്ഞെടുക്കുന്നതൊക്കെ ഈ ഒരു മൂന്നാമത്തെ കാറ്റഗറിയിലാണ് വരിക. ഒരു കഥ പറയലുണ്ട്. ഒരിക്കൽ ഒരു രാജാവ് ഒരു രാജ്യം കീഴടക്കാൻ വേണ്ടിയിട്ട് തന്റെ സൈന്യത്തൊക്കെ കൂട്ടി പോവുകയാണ്. അപ്പോ രാജാവ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, തന്റെ സൈന്യം വളരെ കുറവാണ്, ചിലപ്പോ യുദ്ധത്തിൽ തോൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ രാജാവ് സൈന്യത്തെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ കയ്യിലൊരു കോയിൻ ഉണ്ട്, അതെന്റെ മുത്തശ്ശൻ എനിക്ക് സമ്മാനിച്ചതാണ്. ഞാൻ ഇനി ഒരു കോയിൻ ഉപയോഗിച്ചുകൊണ്ട് അത് ഇങ്ങനെ ടോസ് ചെയ്ത് ഹെഡ് വീഴുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു യുദ്ധം വളരെ വിപുലമായി വിജയിക്കാൻ നമുക്ക് കഴിയും. സൈന്യത്തിലുള്ള എല്ലാ ആളുകളും ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ലീഡർ എല്ലാവരെയും കൂട്ടി, എല്ലാവരെയും കാണുക അല്ലെ, എല്ലാവരും ഇങ്ങനെ കാണുന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്, ആ ഒരു ടോസ് ഇടുകയാണ്. അങ്ങനെ ടോസ് ഇടുന്ന സമയത്ത് ലീഡർ ടോസ് ഇടുകയും ഹെഡ് കിട്ടുകയും ചെയ്തു. ലീഡർ ഉറക്കെ ഏറ്റവും കൂടുതൽ ശബ്ദത്തിൽ പറയുകയാണ്, നമ്മുടെ ഈ ഒരു തീരുമാനം വളരെ ഉചിതമായിട്ടുണ്ട്, എല്ലാവരും യുദ്ധം ചെയ്തു കൊടുക്കാൻ, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഈ യുദ്ധത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ സൈന്യം യുദ്ധത്തിന് പോവുകയും ആ ഒരു യുദ്ധം വളരെ പെട്ടെന്ന് തന്നെ കീഴടക്കുകയും ചെയ്തു. ശേഷം രാജാവ് ഒരു മലയുടെ മൂലൊക്കെ പോയിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. തന്റെ കയ്യിലുള്ള ഈ ഒരു കോയിൻ എടുത്തുകൊണ്ട് ദൂരെ വലിച്ചെറിയുകയാണ്. വലിച്ചെറിയുന്ന സമയത്ത് രാജാവ് വലിച്ചെറിയുകയാണ്. ലോകത്ത് രണ്ട് ഭാഗത്തും ഹെഡ് ഉള്ള ഒരു കോയിൻ ചിലപ്പോൾ ആ ഒരു കോയിൻ ആയിരിക്കും. രാജാവ് ഇതിലൂടെ സമ്മാനിച്ച ഒരു സംഭവം എന്താന്ന് വെച്ചാല്, നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം, നമ്മുടെ സറൗണ്ടിങ്, നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ മാക്സിമം കോൺഫിഡൻസ് നൽകുക. രാജാവ് നിരന്തരം ചെയ്ത ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഒരു പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ ഇന്ന് ക്ലാസ് വെച്ചതുപോലെ രാജാവ് കോൺഫിഡൻസ് അവര് പോലും അറിയാതെ അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇതേപോലെ നമ്മുടെ തീരുമാനത്തിൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരണം, ഇതെന്നെ കൊണ്ട് കഴിയും എന്നുള്ള ഒരു തീരുമാനമാണ് വരേണ്ടത്. പിന്നെ നമുക്ക് സെക്കൻഡ് പറയാനുള്ളത് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. മനുഷ്യന്റെയും അല്ലെ മൃഗത്തിന്റെയും ചിലപ്പോൾ ഒരു തമ്മിലുള്ള തീരുമാനിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു അല്ലെ. ഓക്കെ, സൈലന്റ് ആയിട്ടുണ്ട്. അപ്പോ ഇമോഷണൽ ഇന്റലിജൻസ് ആണ് ഒരു മനുഷ്യനെ മനുഷ്യനായി തീർക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വികാരങ്ങളുണ്ട്. നമ്മൾ എല്ലാവരും എത്ര തന്നെ അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും, എത്രത്തോളം നമ്മൾ അത് കൺട്രോൾ ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ വിജയത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത് കണ്ട ഒരു റീല്, കുറച്ച് പഴക്കമുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു ടീച്ചർ ക്ലാസ് ഒരു പീരീഡ് കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഒരു വലിയ സ്കൂളാണ്. സ്കൂളിൽ കുറെ കുട്ടികൾ ഇന്റർവെല്ലിന്റെ സമയത്ത് കുറെ കുട്ടികൾ വെള്ളം കുടിക്കാൻ പോകുന്നുണ്ട്. കുറെ കുട്ടികൾ പല രീതിയിൽ ക്യാമ്പസ് മൊത്തം ഇങ്ങനെ
ആക്റ്റീവായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഒരു കുട്ടി മാറി നിന്നുകൊണ്ട് കരയുന്നുണ്ട്. അപ്പോ ടീച്ചർ ആ ഒരു കുട്ടിയെ വിളിക്കുകയും 2 ടാപ്പ്, ചെറിയ 2 പുറത്ത് 2 തട്ടി കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു എന്തുണ്ട്, ഒരു മോട്ടിവേഷൻ, വല്ലാത്തൊരു സന്തോഷമുണ്ട്. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കുട്ടി വളരെ ചിരിച്ചുകൊണ്ട് നടന്നു പോവാണ്. അപ്പൊ ഈ ഒരു കഥ, ഈ ഒരു സ്റ്റോറി കണ്ട സമയത്ത്, ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് നമ്മൾ എത്ര ടീച്ചേഴ്സ് നമ്മളെ ഒപ്പമുള്ള ആളുകളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോ ചില ഹ്യൂമറൊക്കെ അവരെ സംബന്ധിച്ച് വളരെ ഇറിറ്റേറ്റ് ആവുകയും അവർക്ക് ചിലപ്പോ നമ്മളോട് ജീവിതകാലം ദേഷ്യം വരും. ഇതിന്റെ കാരണക്കാര് ചിലപ്പോ നമ്മളാവില്ല, അവര് കടന്നു വരുന്ന സാഹചര്യം. അവർക്ക് ചിലപ്പോ ഒരു ദിവസം രാവിലെ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ പല രീതിയിൽ അല്ലെ, നമ്മുടെ ജീവിതമൊക്കെ ചിലപ്പോ ചില ആളുകളൊക്കെ ബലൂണിന്റെ പോലെയാണ്. അതെങ്ങനെയാണ്, ചെറിയ ചെറിയ ടെൻഷൻസ് ഒക്കെ ഇങ്ങനെ സ്വീകരിച്ച് അത് വലുതായി, വീണ്ടും വലുതായി, അവസാനം ഏതെങ്കിലും ഒരാൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് പിച്ചിയാൽ, അല്ലെ, പിച്ചാന്ന് പറയുമ്പോൾ ഒരു നിസ്സാര കാര്യമാണ്. പക്ഷേ ഒരാള് ചെറിയൊരു കമന്റ് അടിക്കുന്ന സമയത്ത്, എന്തെങ്കിലും എന്നും കളിയാക്കുന്ന ഒരാളെ ഒരു ദിവസം കളിയാക്കുമ്പോൾ അയാൾ വ്യത്യസ്തമായിട്ട് പെരുമാറുകയാണെങ്കിൽ അത് അവര് വന്ന ബാക്ക്ഗ്രൗണ്ടിന്റെ, അവര് വന്ന അന്നത്തെ ഒരു ദിവസത്തിന്റെ ബാഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നമ്മൾ മനുഷ്യരായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇത് എല്ലാ സമയത്തും ഉണ്ട്. ഇപ്പൊ ടീച്ചേഴ്സ് ആയിരിക്കെ, നമ്മളെ കരിയർ ആയിരിക്കെ, നമ്മൾ സ്റ്റുഡന്റ് സർക്കിൾ ആയിരിക്കെ, എല്ലാ സമയത്തും നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഇമോഷൻസ് ഒരാളെയും എന്ത് ചെയ്യാൻ പാടില്ല, ഹേർട്ട് ചെയ്യാൻ പാടില്ല. അതിന് ഏറ്റവും നല്ലത് നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് പെടാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സൈക്കോളജിയിലെ ഒരു തിയറി ഉണ്ട്, അതൊരു സീറ്റ് ചേഞ്ചിങ് തിയറി എന്നാണ്. ഇപ്പൊ ഞാൻ ഒരാളെ കളിയാക്കാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാൻ പോവുകയാണെങ്കിൽ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് വെക്കാം, ആ ഒരു സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ എങ്ങനെയാണത് ഉൾക്കൊള്ളുക, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയും എന്നൊന്ന് നമ്മൾ ചിന്തിച്ചു വെക്കാം. ആ ഒരു ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഭാഗമാണ്. അപ്പോ നമുക്ക് ഒരുപാട് വികാരങ്ങളുണ്ട്. നമുക്ക് സന്തോഷമുണ്ട്, ദേഷ്യമുണ്ട്, നിർവികാരതയുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനൊക്കെ ഇടയിലും നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ ഷെയ്പ്പ് ചെയ്യുന്നതിൽ നമ്മളെ ഇന്റലിജൻസ് വർക്ക് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ പാസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, അതിനെ കുറിച്ച് പഠിക്കാം. ഞാൻ എങ്ങനെയാണ് ഒരാളെ ഡീൽ ചെയ്യുന്നത്, ഞാൻ ഒരാളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്. നമ്മൾ കൂടുതൽ എല്ലാ ആളുകളും കുറെ കാലത്തിന് ശേഷം ഒരാളെ കാണുന്ന സമയത്ത് നമുക്ക് എങ്ങനെ തുടങ്ങണം, എന്താ അയാളോട് എന്ത് പറയണം എന്നുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോ അവിടെയൊക്കെ നമുക്ക് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അവരെ നല്ല സംസാരം, അല്ലെ, ഒരു ഐസ് ബ്രേക്ക് എന്നാണ് അതിന് പറയാം. അതായത് ഒരു മഞ്ഞുരുക്കം. കുറെ കാലത്തിന് ശേഷം ഒരാളെ കാണുമ്പോൾ അയാളുടെ ഇമോഷൻസും നമ്മുടെ ഇമോഷൻസും കൊണ്ട് കണക്ട് ആയി കിട്ടാൻ ചിലപ്പോൾ ചെറിയൊരു സമയം എടുക്കും. അത് ഏറ്റവും നല്ല രസകരമായിട്ട് ചെയ്യുന്ന പല വ്യക്തികളുണ്ട്. എൻ്റെ കൂട്ടത്തിലൊരു സുഹൃത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ ഏതൊരു മനുഷ്യനെയും പെട്ടെന്ന് ഓന്റെ ആളാക്കും, അല്ലെ. അതായത് അവനക്ക് ഇഷ്ടപ്പെടുന്ന അവര് പിന്നെ നല്ല ബോണ്ടിലായിരിക്കും. ചില ആളുകൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അവരുടെ ഇന്റലിജൻസ് ചിലപ്പോ ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാവില്ല. അവര് ഒരു സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെടാൻ ചെറിയ സമയം, ചെറിയ ഡ്യൂറേഷൻ എടുക്കും. അപ്പോ നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഇമോഷൻസ് അത് ഏതിലാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മളെ കുറിച്ച് പഠിക്കുക. പിന്നെ ഇമോഷണൽ ഇന്റലിജൻസിൽ വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളെ കഴിവ് മനസ്സിലാക്കുക. ഒരാളെ ഉദാഹരണം സെൽഫ് അവയർനെസ് ആണ്. നമ്മൾ ഈ ഒരു സെഷൻ ഉടനീളം വരുന്നതാണ് സെൽഫ് അവയർനെസ്. നമുക്ക് മനസ്സിലാവുക, നമ്മുടെ പ്രവർത്തനങ്ങളിലാവട്ടെ, നമ്മുടെ സംസാരത്തിലാവട്ടെ, ഇതിലൊക്കെ ഒരു സെൽഫ് അവയർനെസ്. ചില സമയത്ത് ചില കുട്ടികളോട് ഒരു പണി ഏൽപ്പിക്കുന്ന സമയത്ത് അവർ കൂളായിട്ട് പറയും, ടീച്ചറെ അത് എനിക്ക് കഴിയില്ല എന്ന് പറയും. അത് ചില ടീച്ചേഴ്സ് അല്ല, ചില സമയത്ത് നമ്മൾ ഇത് എന്ത് ചെയ്യും, ഇവ എന്തൊരു അഹങ്കാരിയാ അങ്ങനെ കാണും. പക്ഷെ അതങ്ങനെ കാണേണ്ട ആവശ്യമില്ല. അതെന്താണ്, അത് അവന്റെ കഴിവിന്റെ അതീതമാണ്. അവന് കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ അത് തുറന്നു പറയാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ പറയുന്ന ഓരോ യെസ്സും ഓരോ നോയും
കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ വിജയത്തിലേക്കും നമ്മുടെ പരാജയത്തിലേക്കുമാണ്. പിന്നെ ഇമോഷണൽ ഇന്റലിജൻസിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒരു സെൽഫ് റെഗുലേഷൻസ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇമോഷൻസിനെയൊക്കെ എന്ത് ചെയ്യുക, ഒരു ബാലൻസ് ആക്കി നിർത്തുക എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസിൽ വരുന്നത് മോട്ടിവേഷൻ ആണ്. നമ്മൾ ഒരു ഗ്രൂപ്പിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള ഗ്രൂപ്പുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മളെ ആഗ്രഹിക്കുക. നമ്മൾ പോകുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് നീങ്ങിയ പോലെ, ഒരു പ്രയാസം മാറിയ ഫീൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പിന്നെ എംപതിയാണ്. എന്താണ് ഈ എംപതി? ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എംപതി. എംപതി എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള മനുഷ്യരെ മനസ്സിലാക്കാനുള്ള, അല്ലെ, ബാക്കിയുള്ള ആളുകളുടെ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും പരിഗണിക്കുക എന്നുള്ളതാണ്. ഇപ്പോ നമ്മളെ ഒരുപാട് ദുരനുഭവങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യര് എത്ര മനോഹരമായിട്ടാണ് മറ്റുള്ള മനുഷ്യരെ സ്വീകരിക്കുന്നത്, അവരെ കേൾക്കുന്നത്, അവരോട് സംസാരിക്കുന്നത്. കാരണം അവർ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് അവരുടെ ഏറ്റവും നിർബന്ധം ഉണ്ടാവുക, ഞാൻ അനുഭവിച്ച ഈ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഞാൻ കാരണം എൻ്റെ ഒപ്പമുള്ള എൻ്റെ സുഹൃത്തിനാവട്ടെ, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനാവട്ടെ, എൻ്റെ സ്റ്റാഫിനാവട്ടെ, ഇവർക്കൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊരു ദൃഢനിശ്ചയം പല മനുഷ്യരിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഈ ഒരു ജീവിതത്തിന്റെ ഏറ്റവും സങ്കീർണത എന്താന്ന് വെച്ചാല്, ജീവിതം ശരിക്കും ഒരു വളവാണ്. ഓരോ വളവിലും എന്താണ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് എന്നുള്ള ഒരു വല്ലാത്ത ചോദ്യമുണ്ട്. അപ്പൊ ആ ഒരു ഓട്ടപ്പാച്ചിലിന്റെ ഇടയിൽ ചില മനുഷ്യരൊക്കെ മറ്റുള്ള മനുഷ്യരെ തിരിച്ചറിയാനുള്ള വൈകി പോകുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഈ ഒരു മനുഷ്യനെ കുറച്ച് മുമ്പ് പരിചയപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. കാരണം അദ്ദേഹം നമുക്ക് തരുന്ന കെയറിങ് ആവട്ടെ, അദ്ദേഹം നമുക്ക് തരുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ സമയങ്ങൾ, അങ്ങനെ പല ക്വാളിറ്റീസ് ഉള്ള മനുഷ്യരെ നമ്മൾ വൈകി കണ്ടുമുട്ടുമ്പോൾ നമ്മളെ മനസ്സ് ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ മനുഷ്യനെ എന്ത് ചെയ്താൽ മതിയായിരുന്നു, കുറച്ച് മുമ്പ് പരിചയപ്പെട്ടാൽ മതിയായിരുന്നു. എല്ലാ സമയത്തും നമ്മൾ മോട്ടിവേറ്റ് ആയിരിക്കാൻ, അല്ലെ, ഒരു ചെറിയൊരു സൂത്രവാക്യമുള്ളത് എന്താണ്, എല്ലാ കാര്യങ്ങളും, അല്ലെ, ഓൾ വിൽ ബി റൈറ്റ്, എല്ലാ കാര്യങ്ങളും അതിന്റെ ആ ഒരു ശരിയായ ദിശയിലേക്ക് കറങ്ങി എത്തും എന്നുള്ളതാണ്. പിന്നെ രാജാവ് ബീർബലിനോട് ചോദിച്ച പോലെ, അല്ലേ, ഒരു കോട്ടിങ് എഴുതാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും അറിയുന്നതാണത്. ഈ ഒരു സമയവും കടന്നു പോകും. ഞാൻ ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഇരിക്കുമ്പോൾ ഈ ഒരു എംപതിയുമായി ബന്ധപ്പെട്ടാണ് ഒരാള് ഒരു അമ്മയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ലോകത്തെ എല്ലാ ആളുകളും അമ്മയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മയെ കുറിച്ച് പറഞ്ഞ ഒരു ഒരു വലിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചതിന് ശേഷം ഒരാള് അതിന്റെ താഴെ കൊടുക്കുകയാണ്, ഒരു നിമിഷവും കടന്നു പോകുന്നില്ലല്ലോ. അത് വല്ലാത്തൊരു ചോദ്യമാണ്, അല്ലെ? ഏതു നിമിഷവും കടന്നു പോകുന്നുള്ള ആ ഒരു നമ്മൾ എന്നും കേൾക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അദ്ദേഹം പറയാണ്, ഒരു നിമിഷവും കടന്നു പോകുന്നില്ലല്ലോ. അല്ലെ, ഉമ്മ ഇല്ലാത്തതിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് അദ്ദേഹം കുറിക്കാൻ ഉപയോഗിച്ചൊരു വാക്കാണ്. പിന്നെ ഇമോഷണൽ ഇന്റലിജൻസിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യൽ സ്കിൽ. നമ്മൾ എങ്ങനെയാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളതാണ്. അതിന് നമ്മുടെ സെൽഫ് അവയർനെസ്, നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് നൽകുന്ന പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാവും. ചില ആളുകൾ നമ്മൾ സൊസൈറ്റിയിൽ പറയും അവനൊരു നെഗറ്റീവോളിയാണെന്ന് പറയും, അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും പുതിയ ഭാഷയിൽ നമ്മളൊരു തന്തവൈബാണെന്ന് പറയും. ഇപ്പൊ തന്തവൈബിന്റെ ഫീമെയിൽ വേർഷനൊക്കെ ആരൊക്കെയോ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോ ഈ ഒരു എന്താണ് ഈ ശരിക്കും തന്തവൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വാക്കാണല്ലോ, എന്താണ് ഈ തന്തവൈബ്? ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു ഇമോഷണൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടതാണ്, അത് ഡിസിഷൻ മേക്കുമായി ബന്ധപ്പെട്ടതാണ്, അത് ക്രിറ്റിക്കൽ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് പക്വതയിലേക്ക് എത്തിപ്പെടുന്ന ഒരു യെസ് someone who's like someone who not change, അല്ലെ, ഒരു മാറ്റം ആഗ്രഹിക്കാത്ത ആള് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. Is it right? Yeah. അപ്പോ മാറ്റം ആഗ്രഹിക്കാത്ത ആള്, വേറെ ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞു നോക്കട്ടെ. പഴയ കാഴ്ചപ്പാടാണ്.
അല്ലെ? ഇന്നത്തെ ഒരു ചെറിയൊരു കോട്ടിങ് ഉണ്ട്. ഉറച്ചു നിന്നവർ ഒലിച്ചു പോയി, ചലിച്ചു നിന്നവർ പിടിച്ചു നിന്നു. ഇത് ഏത് കാലഘട്ടവുമായി കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയും. കാരണം കാലം മാറുന്നതിനനുസരിച്ച് ടെക്നോളജിയിലാവട്ടെ, എഡ്യൂക്കേഷനിലാവട്ടെ, കരിയറിലാവട്ടെ നല്ല രീതിയിലുള്ള അപ്ഡേഷൻസ് ഇല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? അപ്ഡേഷൻ എപ്പോ നിലക്കുന്നുവോ അദ്ദേഹം ഔട്ട്ഡേറ്റഡ് ആവുന്നു. ഒരാളുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണ്? ഏതൊരു കാര്യത്തെയും പുതിയ ഫ്രെയിമിലൂടെ പുതിയ ജനറേഷന് വേണ്ടി വളരെ വിപുലമായിട്ട് അതിനെ someone who shares all the things, yes, പഴയ കാര്യങ്ങള് അതുകൊണ്ട്. അപ്പോ ഹലോ, മൈക്ക് ഓണാണല്ലോ. ഓക്കെ, അപ്പോ സോഷ്യൽ ഇന്റലിജൻസ് നമ്മളൊരു സൊസൈറ്റിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ബാക്കിയുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത്, അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കും. ചില ആളുകളൊക്കെ അല്ലെ, ഇപ്പൊ ഒരു പ്രയോഗം തന്നെ ഉണ്ടല്ലോ, ഒരു അവനെ നമുക്ക് പറ്റൂല, അവനെ നമുക്ക് പറ്റും അല്ലെ, അത് നമ്മളെ ആളാന്നൊക്കെ പറയും. ചില ആളുകളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഡിസിഷൻ മേക്കിംഗ് ഇല്ലാത്ത ആളുകളുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് സ്വന്തമായ പേഴ്സണാലിറ്റി, ഒരു തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല. ആര് എന്ത് പറഞ്ഞാലും അദ്ദേഹം ഓക്കെ ആയിരിക്കും. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്. ഇപ്പൊ ട്രിപ്പ് പോവാണെങ്കിൽ ഓക്കെ, ഏത് സ്ഥലത്തേക്കാണെങ്കിൽ ഞാൻ ഉണ്ട്. ഈ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഈ എന്തായാലും ഉണ്ടാവും. അവരെ ഒരു സോഷ്യൽ സ്കില്ലായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അവരെല്ലാ സമയത്തും പോസിറ്റീവ് ആകുന്നുള്ളതാണ്. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നെഗറ്റീവ് ആവാം. എന്തിനാണ് എന്നോട് പറയാതൊരു സ്ഥലത്തേക്ക് പോയത്, ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡിസിഷൻ മേക്കിംഗ് എന്ത് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, എല്ലാ സമയത്തും സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് അവരുടെ ഒരു റെസിലിയൻസിന്റെ ഭാഗമാണ് അല്ലെ? സോഷ്യൽ റിലേഷൻഷിപ്പിന്റെ നമ്മളെ ഗ്രൂപ്പ് ആരോ റിപ്പോർട്ട് ചെയ്തോ ഹലോ, മൈക്ക് ഓഫ് ആക്കാവോ? ഇല്ല ലിജോ, ഇവരെ മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഓൾ മ്യൂട്ട് കൊടുത്താൽ മതി, എന്നിട്ട് പിന്നെ സാറ് മാത്രം ഓൺ ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അതായാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയ കോർ സ്കില്ലാണ് ക്രിറ്റിക്കൽ തിങ്കിങ്. എന്താണ് ക്രിറ്റിക്കൽ തിങ്കിങ്? നമുക്ക് ഒരുപാട് ഡാറ്റകൾ ഉണ്ട്, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ. പിന്നെ ഒരുപാട് മനുഷ്യർ നമുക്ക് മുമ്പ് ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു തീരുമാനം എടുക്കുകയാണ്. ക്രിറ്റിക്കൽ തിങ്കിങ്. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ സോഷ്യലി നമ്മൾ അലൈവ് ആയിരിക്കുന്ന, നമ്മൾ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ ബുദ്ധി വർക്ക് ചെയ്യണം, നമ്മുടെ പ്രോബ്ലം സോൾവിങ്, ഇതെല്ലാം നമ്മുടെ ക്രിറ്റിക്കൽ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ ആദ്യം പറഞ്ഞ കഥയില് അലീന നൂറയുടെ മുമ്പ് ഉത്തരം പറഞ്ഞിരിക്കുകയാണെങ്കിൽ അല്ലെ, ആ ഒരു ക്രിറ്റിക്കൽ പെട്ടെന്ന് തീരുമാനം എടുത്തിരുന്നെങ്കിൽ ആ ഒരു സമ്മാനം ചിലപ്പോ എന്തായാലും നൂറയ്ക്ക് പകരം അലീനയിലേക്ക് പോകും. അപ്പോ ഡിസിഷൻ മേക്കിംഗ് ചിലപ്പോ ചാടിക്കേറി തീരുമാനം എടുക്കേണ്ടി വരും. നമ്മൾ സാധാരണ പറയലുണ്ട്, ഒരു നിമിഷത്തിന്റെ വില അറിയണമെങ്കിൽ അല്ലെ 2 സെക്കൻഡ് തൊട്ട് ട്രെയിൻ മിസ്സായ ആളുകളോട് ചോദിച്ചാൽ മതി. 1 വർഷത്തിന്റെ ആണെങ്കിൽ 1 വർഷം എക്സാം ഫെയിൽ ആയ ഒരാളോട് ചോദിച്ചാൽ മതി. അങ്ങനെ പല പല രീതിയിൽ അതിനെ നമ്മൾ വ്യാഖ്യാനിക്കലുണ്ട്. നമ്മളെ ജീവിതത്തിന്റെ ഉടനീളം നമുക്ക് ആവശ്യമുള്ള, എല്ലാ സമയത്തും ആവശ്യമുള്ളതാണ് ക്രിറ്റിക്കൽ തിങ്കിങ്. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെ, ഇത് നമ്മുടെ ജീവിതത്തെ ഏത് രീതിയിലാണ് അത് ബാധിക്കുക എന്നുള്ളതാണ്. അപ്പോ അതിന് നമുക്ക് 2-3 കാര്യങ്ങൾ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ഒന്നാമത് ഒബ്സർവേഷൻ ആണ്. നമ്മുടെ ഒരുപാട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഴ്സുകളും സ്വീകരിക്കുക. ക്രിറ്റിക്കൽ തിങ്കിങ് അല്ലെ. ഓക്കെ, ഇതിനൊരു കഥ ഓർമ്മ വരുന്നത്,
ഒരു കാട്ടില് സിംഹം വേട്ടക്കിറങ്ങാണ്. അപ്പോ സിംഹം വേട്ടക്കിറങ്ങിയപ്പോ വളരെ ക്ഷീണിച്ച ആ ഒരു സിംഹത്തിന് ഒരു ആമയെ മാത്രമാണ് കിട്ടിയത്. അപ്പൊ ആമനെ കിട്ടിയിട്ട് എന്താക്കാനാണ്? അവസാനം സിംഹം ഇന്ന് ആമെങ്കി ആമ എന്ന് പറഞ്ഞുകൊണ്ട് ആമയെ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ്. അപ്പൊ ആമ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സിംഹം പറയാണ്, എന്തെങ്കിലും അവസാനത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പറഞ്ഞോളൂ എന്ന് പറയാണ്. അപ്പോ ആമ പറഞ്ഞു, ഓക്കെ, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു 3 മിനിറ്റ് അനുവദിക്കണം. അപ്പൊ സിംഹം പറഞ്ഞു, ആയിക്കോട്ടെ, അതിനെന്താ, 3 മിനിറ്റ് അല്ലേ, അനുവദിക്കാം. അങ്ങനെ ആമ ആ ഒരു 3 മിനിറ്റ് കൊണ്ട് തന്റെ സറൗണ്ടിങ്സ് മൊത്തം അവരെ ചുറ്റുപാട് മൊത്തം ആകെ ഇളക്കി മറിക്കുകയാണ്. ആകെ അലങ്കോലപ്പെടുത്തി അവിടെ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി വരുത്തുകയാണ്. അപ്പോ സിംഹത്തിന് അത്ഭുതമായി, എന്തുകൊണ്ടാണ് ഒരു മരിക്കാൻ പോകുമ്പോ അല്ലെ കുറച്ച് ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് എന്തിനാണ് മരിക്കുന്നത്? സിംഹത്തിന് ചെറിയൊരു കൗതുകം തോന്നിയപ്പോ ആമയോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആമ പറയുന്ന വളരെ ഒരു ബുദ്ധിപരമായ ഒരു ചോദ്യമുണ്ട്. എന്തായാലും നിങ്ങൾ എന്നെ ഭക്ഷിക്കും, നിങ്ങൾ എന്നെ അല്ലെ കൊന്നതിന് ശേഷം എന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ചുറ്റുപാട് വിടും. അപ്പോ കുറച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ തേടി ആളുകൾ വരും, എൻ്റെ റിലേറ്റീവ്സ് വരും. അപ്പൊ അവര് അന്വേഷിക്കുന്നുണ്ടാവുക ഞാൻ ഏതൊരു സാഹചര്യത്തിലാണ് ഇവിടെ കൊല്ലപ്പെട്ടത്, ഞാൻ ഇരയാക്കപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പൊ അവര് വന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ യുദ്ധം കഴിഞ്ഞ ഒരു പ്രതീതിയായിരിക്കും. അപ്പൊ അവര് വീട്ടിൽ ചെന്ന് എൻ്റെ ഫാമിലിയിൽ ചെന്ന് അവര് പറയും, നമ്മുടെ ആമ അല്ലെ ഒരു പേരൊക്കെ ഉണ്ടാവുമല്ലോ, പറയും അവര് കൊല്ലപ്പെട്ടത്, അവർ രക്തസാക്ഷിയായത് എങ്ങനെയാണ്, തോറ്റെടുത്തതല്ല, ഒരുപാട് നേരത്തെ സംഘട്ടനത്തിന് ശേഷവും ഒരുപാട് പ്രതിരോധത്തിന് ശേഷമാണ് അവരെന്ത് ചെയ്തത്, അവര് തോൽവി സ്വീകരിച്ചത് എന്ന് അവര് ധൈര്യപൂർവ്വം അഭിമാനത്തോടു കൂടെ പറയും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു 3 മിനിറ്റ് ഞാൻ ചെലവഴിച്ചതെന്ന് പറയുമ്പോൾ സിംഹം ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. നമ്മുടെ ജീവിതവും ഒരുപാട് സമയത്ത് ഇങ്ങനെയാണ്. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ അവർ അത്രയും അട്രാക്റ്റീവ് ആവണം. ഈ ഒരു കഥ പറഞ്ഞ സമയത്ത് ഏറ്റവും പുതിയതായിട്ട് ഒരു കഥ ഓർമ്മ വരികയാണ്. ഒരിക്കൽ ഒരു രാജാവും ഒരു ഫിലോസഫറും ഒരു കാട്ടിലൂടെ ഓടുകയാണ്. എന്താണ് ഫിലോസഫറിന്റെ പ്രത്യേകത? തത്വചിന്തകനാണ്. കാര്യങ്ങള് അല്ലെ ചിന്തിച്ച് മാത്രമേ പറയുള്ളൂ. ഒരു ടീച്ചറും ഉണ്ട്, നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇവര് രണ്ടുപേരും ഒരു കാട്ടിലൂടെ പോകുന്ന സമയത്ത് അവർക്ക് മുമ്പില് ഒരു ബാക്കിൽ ഒരു ഒച്ചപ്പാട് കേട്ടപ്പോൾ അവരിങ്ങനെ തിരിഞ്ഞു നോക്കി, ഒരു പുലി വരികയാണ്. പുലി വന്ന സമയത്ത് രണ്ടുപേരും ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങി. രണ്ടുപേരും അതിശക്തമായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരുപാട് ഓടി, കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. അവർക്കിങ്ങനെ ടീച്ചറിന് ചെറിയൊരു ചിന്ത വരികയാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് കീഴടങ്ങി കൊടുത്താലോ. എന്നിട്ട് ടീച്ചർ പറയാണ്, എന്തായാലും പുലി പിടിക്കും. അപ്പോ ഒരുപാട് ദൂരം ഓടിയിട്ട് മരിക്കണോ അതോ കുറച്ച് ഓടിയിട്ട് മരിക്കണോ എന്നുള്ളത് നമ്മളെ തീരുമാനമാണ്. ഏത് നമ്മൾ തീരുമാനിക്കണം എന്നുള്ളൊരു ചോദ്യം വരുന്ന സമയത്ത് ഫിലോസഫർ ചിന്തിച്ചുകൊണ്ട് ഒരു ഉത്തരം പറയുകയാണ്, ഞാനതിന് മത്സരിക്കുന്നത് പുലിയോടല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരമാണത്. ഞാൻ മത്സരിക്കുന്നത് പുലിയോടല്ല, ഞാൻ ഇവിടെ മത്സരിക്കുന്നത് ടീച്ചറിനോടാണ്. എന്തോ ഒരു ഷോക്കേറ്റത് പോലെ ഒരു ചിന്ത ആരുടെ മനസ്സിലേക്ക് വരികയാണ്? ടീച്ചറുടെ മനസ്സിലേക്ക് വരികയാണ്. കാരണം പുലി പിടിക്കുന്നത് ഇത് ടീച്ചറാണോ ഫിലോസഫർ ആണോ എന്ന് മണത്ത് നോക്കിയിട്ടല്ല. പുലി പിടിക്കുക ഏറ്റവും പുറകിലാവുന്ന എല്ലാവരും അല്ലെ, ഏറ്റവും പുറകിലാവുന്ന ഒരാളെയാണ് ആര് പിടിക്കുക? പുലി പിടിക്കുക. അപ്പൊ ഈ ഒരു കഥ ഈ ഒരു ഉത്തരം കേട്ട സമയത്ത് ടീച്ചറിന് മനസ്സിൽ വല്ലാത്തൊരു ചിന്ത വരികയാണ്, വല്ലാത്തൊരു ഷോക്കിംഗ്. അപ്പോ ഇത് നമ്മൾ ജസ്റ്റ് നമ്മളെ സ്വന്തം ഡെയിലി ലൈഫിൽ ആലോചിച്ചാൽ മതി. എല്ലാവരും കരിയറിന് വേണ്ടി ഓടുന്ന സമയത്ത്, എല്ലാവരും ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി ഓടുന്ന സമയത്ത് ആരാണ് പിറകിലാവുന്നത്? നമ്മളാണ്. നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട്, നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് കൊണ്ട്, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് നമ്മൾ എവിടെയാവണം എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഫിലോസഫറെ പോലെ ഏറ്റവും ശക്തിയായിട്ട് ടീച്ചറെയും തോൽപ്പിച്ച് ഓടണോ? അതോ അതൊന്നും വേണ്ട, ഏറ്റവും പിറകിലായി ടീച്ചറിന്റെ പോലെ അല്ലെ? നമ്മുടെ ഒരു ഓട്ടം നമ്മുടെ ജീവിതത്തിലാവട്ടെ, കരിയറിലാവട്ടെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാവട്ടെ, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു ദിവസം വരെ, ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് വരെ
നമ്മൾ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഓടുന്നത്. അത് എത്രത്തോളം ശക്തമായിട്ട് ഓടണം എന്നുള്ളത് തീർത്തും നമ്മുടെ വ്യക്തിപരമായ ചോയ്സാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് ഓടാൻ കഴിയട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുകയാണ്. അപ്പോൾ ക്രിറ്റിക്കൽ തിങ്കിങ് അത് പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്ന അല്ലെ, ചില സമയത്തൊക്കെ ബാക്കിയുള്ളവർ എടുക്കുന്ന തീരുമാനങ്ങൾ കണ്ടിട്ട് നമ്മുടെ മൈൻഡ് ഓപ്പൺ ആവും. ഓ, ഇത്രത്തോളം ക്രിയേറ്റിവിറ്റി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തകളൊക്കെ. അപ്പോൾ നമ്മൾ എന്താ ആലോചിച്ചാൽ മതി, നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ലാസ് റൂം, ഞാൻ എപ്പോഴും നമ്മളെ ക്ലാസ്സിൽ പറയുന്നതാണ്, നമ്മുടെ മുന്നിലിരിക്കുന്ന സ്റ്റുഡൻസ് മുഴുവൻ നമ്മൾ അവർക്ക് കൈമാറേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു ലാബാണ്. ക്ലാസ് റൂം ശരിക്ക് ഒരു പരീക്ഷണങ്ങൾ നടക്കേണ്ട ഒരു ക്ലാസ് റൂം ആയിട്ടാണ് ഞാൻ എല്ലാ സമയത്തും പറയല്. എല്ലാ ദിവസവും ഒരുപോലെ ക്ലാസ് തുടങ്ങണം എന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിസിഷൻ മാറ്റാം. നമ്മുടെ ക്ലാസ് ഏറ്റവും അട്രാക്റ്റീവ് ആവാൻ വേണ്ടി എത്രത്തോളം വെറൈറ്റികൾ കൊണ്ടുവരാം. നമ്മുടെ ക്ലാസ്സിന്റെ ടോട്ടലി അതിന്റെ ഇമോഷൻസും അതിന്റെ റിലേഷൻസ് എല്ലാം മാറും. നമ്മുടെ ക്ലാസ്സിന്റെ മൊത്തത്തിലുള്ള വൈബ് തന്നെ മാറ്റിയെടുക്കാൻ നമ്മളൊന്ന് ജസ്റ്റ് തീരുമാനിച്ചാൽ മതി. എല്ലാ ദിവസവും ഒരേ പാറ്റേണിൽ ക്ലാസ് തുടങ്ങുമ്പോൾ ഈ കുട്ടികൾ എത്ര വിരസമായിട്ടായിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഇതിപ്പോ എന്നും ടീച്ചർ പറയുന്നു അല്ലെ, പിന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് പുറമെ നമ്മൾ ഇനിയൊരു ക്ലാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ, നാളെ നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ഒരു കഥ പറയണം. എന്നും കഥ പറയാത്ത ഒരാൾ കഥ പറയുമ്പോൾ കുട്ടികളും നിങ്ങളും തമ്മിലുള്ള ഒരു ബോണ്ട് അല്ലെ, കഥകൾ ഇഷ്ടമല്ലാത്ത ആരുമില്ല. നമ്മൾ നല്ല കഥകൾ ഇപ്പോഴും ഏതൊരു സമയത്ത് കേട്ടാലും നമ്മളിങ്ങനെ കേട്ടിരിക്കും. അങ്ങനെ നമ്മൾ വെറൈറ്റികൾ മാക്സിമം, നമ്മളെ ക്രിറ്റിക്കൽ തിങ്കിങ്ങിന്റെ കൂടെ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിയേറ്റീവ് തിങ്കിങ്. ക്രിയേറ്റീവ് തിങ്കിങ് എന്താണ്? എല്ലാവരും നടന്ന അതേ വഴിയിലൂടെ നടക്കാതെ സ്വന്തമായി വഴിവെട്ടി നമ്മുടേതായ കാഴ്ചപ്പാടുകളുള്ള ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യങ്ങള് ഞാൻ ചെയ്യുന്ന സമയത്ത് അതിൽ എത്രത്തോളം വെറൈറ്റി വേണം, ഞാൻ എത്രത്തോളം അതിൽ ഡെഡിക്കേറ്റഡ് ആണ്. നമ്മുടെ ഒരു ചിന്ത കണ്ടിട്ട്, നമ്മുടെ ഒരു പ്രവർത്തനം കണ്ടിട്ട് ബാക്കിയുള്ള ആളുകൾ അട്രാക്റ്റീവ് ആണെങ്കിൽ, നമ്മുടെ സംസാരം കേട്ടിട്ട്, ചില ആളുകളൊക്കെ ഉണ്ട്, അവര് നല്ല വായിക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് നമ്മളെ കാണുന്ന സമയത്ത് എല്ലാ സമയത്തും എന്തെങ്കിലും പുതിയ തള്ളുകൾ ഉണ്ടാവും അല്ലെ. എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിനപ്പുറം പുതിയ പുതിയ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന, എല്ലാ സമയത്തും ഗൂഗിളായിട്ട് പ്രവർത്തിക്കുന്ന, എല്ലാ കാര്യങ്ങളെ കുറിച്ചും അപ്ഡേഷനുള്ള മനുഷ്യന്മാരുണ്ട്. അപ്പൊ നമ്മൾ അത്രത്തോളം ആയിട്ടില്ലെങ്കിലും ഓരോ സമയത്തും കൃത്യമായ അപ്ഡേഷൻ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ എല്ലാവരും ശ്രമിക്കുക. കാരണം അത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പുതിയ ലോകത്തെ, പുതിയ മനുഷ്യരെ, പുതിയ കുട്ടികളെ നമുക്ക് വളരെ മനോഹരമായിട്ട് വാർത്തെടുക്കാൻ കഴിയുള്ളൂ. ഈ ഒരു ശില്പത്തിന്റെ കഥ പറയലുണ്ട്, ചലനമില്ലാതെ നിൽക്കുന്ന ഒരു കല്ലാണ്. ഈ ഒരു കല്ലിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ടീച്ചേഴ്സിന്റെ പെർസ്പെക്റ്റീവില് ഇത്തരം കല്ലുകള് അല്ലെങ്കിൽ ഇത്തരം ഒരു സ്റ്റോൺസ് ആണ് നമ്മളെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിന്റെ പകുതി മുക്കാൽ ആളുകളും. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലും അവരുടെ ഇമോഷണൽ ഇന്റലിജൻസിലും പിന്നെ അവരുടെ ക്രിറ്റിക്കൽ തിങ്കിങ്ങിലൊക്കെ നമ്മൾ പുതിയ വഴികൾ ജസ്റ്റ് നമുക്കൊരു ടോർച്ച് അടിച്ചു കൊടുക്കേണ്ട പണിയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യാം, ലീഡ് ചെയ്ത് കൊടുക്കാം, അവർക്ക് വേണ്ട സമയത്ത് നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ടീച്ചേഴ്സിന് വല്ലാത്തൊരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ ഇത്തരം സന്തോഷങ്ങളൊക്കെ എല്ലാ സമയത്തും ഉണ്ടാവണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം, നമ്മൾ നിരന്തരം അപ്ഡേറ്റ് ആവുക. ഇപ്പോ ഒരു മാതൃഭൂമിയില് ഒരു പങ്ക്തി ഉണ്ട്, രാമോഹൻ പാലിയത്ത് എന്ന അദ്ദേഹം എഴുതുന്ന ഒരു വെബിനിവേശം എന്നുള്ള ഒരു പങ്ക്തി ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആളുകൾ വായിക്കുന്നവരുണ്ടാവും. അതിൽ എല്ലാ സമയത്തും ഒരു റീഡബിലിറ്റി ഉണ്ട്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അവര് ഒരു എക്സാമ്പിളറി ആവണം. എല്ലാ സമയത്തും എല്ലാ മനുഷ്യർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന, അനുകരിക്കാൻ പറ്റുന്ന ആളുകളാവണം. അദ്ദേഹത്തിന്റെ സംസാരങ്ങളാവട്ടെ, തോട്ട്സ് ആവട്ടെ, അവർ ഷെയർ ചെയ്യുന്ന വാല്യൂസ് എല്ലാം എല്ലാ സമയത്തും ക്വാളിറ്റി ഉണ്ടാവുക എന്നുള്ളത് ഏതൊരാളെ സംബന്ധിച്ചും അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഘടകമാണ്.
അപ്പൊ ഈ സമയത്തൊക്കെ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, നമ്മുടെ പാസ്റ്റ് അനുഭവങ്ങളൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ നയിക്കുന്നത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്താണ്. ഇത്തരം ക്രിയേറ്റീവായ ഔട്ട്പുട്ട്സ് നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കൂടെയുള്ള മനുഷ്യർക്കും ഒക്കെ നൽകുന്ന സമയത്താണ്. ചിലപ്പോൾ നമ്മൾക്ക് അത്ഭുതം തോന്നലുണ്ട്. ചില മനുഷ്യന്മാര് വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിച്ചാല് ഏതൊരു പ്രശ്നത്തിനും വളരെ പോസിറ്റീവായ, നമ്മളൊന്നും ചിന്തിക്കാത്തൊരു മേഖലയിൽ നിന്നുള്ള ഉത്തരങ്ങൾ ചില ആളുകൾ സമ്മാനിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ ടീം വർക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഇത്തരം ടീം വർക്കുകളാണ്. ഇപ്പോൾ സ്റ്റാഫിന്റെ ഇടയിലാവട്ടെ, സ്റ്റുഡൻസിന്റെ ഇടയിലാവട്ടെ, ടീം വർക്കിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പൊ ഇൻസ്റ്റഗ്രാം എടുത്താലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയ ഒക്കെ എടുത്താലും കൊളാബറേഷൻസ് ആണ്. ഒരാൾ മാത്രം ഒരു പോസ്റ്റ് ചെയ്യുന്നതിന് പുറമെ കൂട്ടമായ പ്രവർത്തനം, അല്ലെ? ഒരാൾ മാത്രം കമ്പനി നടത്തുക എന്നുള്ളതല്ല. ഒരാൾ ഒരു സ്കൂൾ നടത്തുമ്പോൾ, ഒരു അക്കാഡമി നടത്തുമ്പോൾ അതിൽ കൊളാബറേഷൻസ്, അല്ലെ? 2-3 ആളുകളുടെ ചിന്ത, 2-3 ആളുകളുടെ മനസ്സ്, 2-3 ആളുകളുടെ ക്രിയാത്മകമായ ഇടപെടലുകൾ, ഇതെല്ലാം സാധ്യമാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പണ്ട് കണ്ട ഒരുപാട് കമ്പനീസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്താണ് ഇതിന്റെ പ്രത്യേകത? അത് ഒരാളാണ് നടത്തുന്നത്. അതിന്റെ ഉടമസ്ഥൻ, അതിന്റെ ഓണർ എല്ലാ കാലത്തും ഒരാളാണ്. അദ്ദേഹത്തിന്റെ തീരുമാനമാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അദ്ദേഹം പറയുന്നതാണ് അവിടുത്തെ ലാസ്റ്റ് വാക്ക്. അവിടെ മാറ്റം വരണമെങ്കിൽ, അവിടെ ചേഞ്ച് വരണമെങ്കിൽ ഒരാൾ തീരുമാനിക്കണം. ഇതിന് പുറമെ പുതിയ കാലഘട്ടത്തിൽ 4 ആൾ ഒരാൾ കമ്പനി നടത്തുന്ന സമയത്ത്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു അക്കാഡമി 5 ആൾ നടത്തുന്ന സമയത്ത് അവിടെ സമ്മേളിക്കുന്നത് 5 ആളുകളുടെ വ്യത്യസ്തമായ, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. ചിന്തയിലാവട്ടെ, അവരുടെ എക്സ്പീരിയൻസ് ആവട്ടെ, അവരുടെ ക്രിയാത്മകമായ ആ ഒരു വേരിയേഷൻസ് അടക്കം അവരുടെ കമ്പനിക്ക്, അവരുടെ ആ ഒരു മുന്നോട്ടുള്ള ഗമനത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമ്മുടെ ജീവിതത്തിലാവട്ടെ, നമ്മുടെ കരിയറിലാവട്ടെ, എല്ലാ സമയത്തും നിങ്ങൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ആരോട്? നമ്മളോട് തന്നെ. ഞാൻ മത്സരിക്കേണ്ടത്, അല്ലെ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ആരോടാണ് മത്സരിക്കേണ്ടത്? നമ്മളൊപ്പമുള്ള മനുഷ്യരോടാണോ? അതോ നമ്മുടെ സ്റ്റാഫിനോടാണോ? അതോ നമ്മുടെ സൊസൈറ്റിയോടാണോ? ആരോടാണ് നമ്മൾ മത്സരിക്കേണ്ടത്? ഈ ഒരു ഒരു ആരോടാണ്? നമ്മളോടാണ്. ഞാൻ മത്സരിക്കേണ്ടത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന എന്നോടാണ്. നമ്മളൊരു ദിവസം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എത്രത്തോളം അപ്ഡേറ്റഡ് ആയി, ഞാൻ ഇന്ന് എത്ര പേജ് വായിച്ചു. വായന മാത്രമല്ല, ഇന്ന് വായിക്കുന്നതിൽ പുറമെ ലോകത്തിലേക്ക് തുറന്നു വെച്ച, ടെക്നോളജിയിലേക്ക് തുറന്നു വെച്ച, നമ്മുടെ സൊസൈറ്റിയിലേക്ക് തുറന്നു വെച്ച ഒരു 3-ാം കണ്ണ് എല്ലാ സമയത്തും നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ ലീഡ് ചെയ്യുന്ന ടീം ആവട്ടെ, നമ്മളെ കൂടെയുള്ള മനുഷ്യരും നമ്മളെ കൂടെയുള്ള സ്റ്റുഡൻസ് ഒക്കെ ആവുമ്പോൾ അവർക്കാണെങ്കിൽ എല്ലാവർക്കും നമ്മളൊരു വെളിച്ചം പകരുന്ന, എല്ലാ സമയത്തും അവരെ ലീഡ് ചെയ്യാൻ കഴിയുന്ന, എല്ലാവർക്കും ഒരു ലീഡേഴ്സ് ഉണ്ടാവും, അല്ലെ? അവര് പ്രശ്നങ്ങളിൽ പറ്റുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ അത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാം, ചിലപ്പോൾ പേരൻസ് ആവാം, ചില സമയത്ത് അത് ടീച്ചേഴ്സ് ആവാം. ഇപ്പോ ഏറ്റവും അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത്, ഒരു ടീച്ചർ ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. തന്നെ ഒരു തന്നെ പഠിപ്പിച്ച ഒരു കുട്ടി ഒരുപാട് വർഷത്തിന് ശേഷം, ഒരു 5 വർഷത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെ, തന്റെ ജീവിതത്തിലെ വളരെ ക്രിട്ടിക്കലായ, വളരെ സങ്കീർണമായ ഒരു സമയത്ത് ഉപദേശം ചോദിച്ച് ടീച്ചറിനെ വിളിക്കുകയാണ്. ടീച്ചർ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ശേഷം ടീച്ചർ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ആലോചിച്ചത് ഇത്ര മാത്രമാണ്. ഞാൻ ഒരുപാട് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ വളരെ സങ്കീർണമായ കാലഘട്ടത്തിൽ, ഏറ്റവും ക്രിട്ടിക്കലായ സമയത്ത് അവന്റെ കുടുംബം അവിടെ ഉണ്ടായിരിക്കെ, അവന്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരിക്കെ, അവന്റെ പാർട്ട്ണർ അവിടെ ഉണ്ടായിരിക്കെ, അവൻ എന്തുകൊണ്ട് എന്നെ വിളിച്ചു? എന്നിട്ട് ടീച്ചർ വളരെ സങ്കടത്തോടെയാണ് ആ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോ നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ആവട്ടെ, നമ്മുടെ കൂടെയുള്ള മനുഷ്യരാവട്ടെ, അവരെ നമുക്ക് എത്രത്തോളം സേഫ് ആക്കാൻ കഴിയും, അതിനുള്ള പ്രാപ്തി, അല്ലെ, അതിനുള്ള എല്ലാവിധ ക്വാളിറ്റീസും ജീവിതത്തിൽ നമുക്ക് കൈവരിക്കാൻ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 5 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.
സാർ, മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കേണ്ട എന്നുള്ള ഒരർത്ഥത്തിലാണ് സാർ തന്തവൈബ് എന്ന് ഉദ്ദേശിച്ചതെയോ? മുമ്പ് കടന്നുപോയ ആൾക്കാർക്ക് പരിചയങ്ങളുണ്ടല്ലോ, അപ്പൊ അവര് തെറ്റായ വഴി കൂടെ പോകുമ്പോ നിയന്ത്രിക്കുമല്ലോ. യെസ്, ഞാൻ തന്തവൈബ് എന്നുള്ളത് മുതിർന്ന ആളുകളുടെ ഉപദേശം സ്വീകരിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം നമുക്കൊരു പ്രശ്നം വരുമ്പോ നമ്മൾ ചോദിക്കുന്നത് നമ്മളെ ഫാമിലിയുള്ള ഉപ്പയോടും ഉമ്മയോടും പിന്നെ നമ്മുടെ ടീച്ചേഴ്സിനോടാണ്. തന്തവൈബ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഒരു മാറ്റമില്ലാത്ത, അപ്ഡേഷൻ ഇല്ലാത്ത ഒരു ടീമിനെ കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്കാണ്. ഒരിക്കലും മുമ്പേ നടന്നുപോയ ആളുകൾക്ക് അവരുടെ ഉപദേശമോ അവരുടെ ചരിത്രം തന്നെ എന്താണ് അല്ലെ? ചരിത്രവും കഥകളൊക്കെ എന്താണ്? നമുക്ക് മുമ്പേ പോയ മനുഷ്യരുടെ കഥകളാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് നടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഒരിക്കലും നമുക്ക് മുമ്പേ പോയ മനുഷ്യർ ഒരിക്കലും മോശക്കാരല്ല. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. യെസ്, താങ്ക് യു. Sir, പറഞ്ഞോളൂ. can you please suggest me some books for good? ഇപ്പോ പുസ്തകത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നിരന്തരം പുസ്തകങ്ങൾ ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സെൽഫ് ഹെൽപ്പ് ബുക്സ് നിരന്തരം വായിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ ഇന്റർനെറ്റിലൊക്കെ അവൈലബിൾ ആയ ഒരു സമയമാണ്. ഇപ്പോ ഏതൊരു മേഖലയിലാണെങ്കിലും ഇപ്പോ യു ക്യാൻ വിൻ മുതൽ അല്ലെ, നമ്മളെല്ലാവരും കേട്ടിട്ട ഒരു പുസ്തകമാണ് യു ക്യാൻ വിൻ. അവിടെ മുതൽ പിന്നെ ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ അല്ലെ, എങ്ങനെയാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ കഴിയുക എന്നുള്ള ഒരു ബുക്സ് ഞാൻ ഇപ്പൊ എടുത്ത് വായിച്ചു. അപ്പോ അങ്ങനെ ആ ഒരു പുസ്തകം വായിച്ചാൽ മതി. ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ അല്ലെ, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ എങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ആളുകളാക്കി മാറ്റാം. Thank you, sir. ഓക്കെ. മലയാളത്തിലുള്ള ബുക്സ് മലയാളത്തില് ഏറ്റവും കൂടുതൽ സെൽഫ് ഹെൽപ്പ് പുസ്തകവും പിന്നെ മോട്ടിവേഷൻ പുസ്തകങ്ങളൊക്കെ ഇറങ്ങുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നത്, അത് സിമ്പിൾ ഭാഷയിലാണ്. അധികം ആളുകളും ഫോളോ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. ഇനി മലയാളം വായിക്കാൻ താല്പര്യമുള്ള ആളുകൾ എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തികളെയാണ് പഠിക്കേണ്ടത്. ഏറ്റവും റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരുപാട് മനുഷ്യരുള്ള ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, കുറെ മനുഷ്യന്മാരെ പഠിക്കാം. ഉദാഹരണം, IAS ഉള്ള ആളുകൾ IAS ജോലി ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്തത് കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ എഴുതുന്ന പുസ്തകങ്ങളുണ്ട്. പിന്നെ അധ്യാപകന്മാർ എഴുതുന്ന പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അത്തരം പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ മാക്സിമം കണ്ടെത്താൻ ശ്രമിക്കുക. ഇപ്പോ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന പുസ്തകം ഒരു മലയാളത്തിലെ. Sir, can I suggest one? പറഞ്ഞോളൂ. 365 ways to change your world. ഓക്കെ. ആ ഒരു പുസ്തകം പറ്റും. There's Malayalam version of it too. ഓക്കെ, താങ്ക് യു. You're welcome. ഓക്കെ, പുസ്തകത്തിന്റെ ലിസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ഇപ്പോൾ അത് സെഷന്റെ ഭാഗമായിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചില്ല. ഞാൻ എന്ത് ചെയ്യാം, നമ്മളെ പ്രോഗ്രാം കോർഡിനേറ്ററുടെ കയ്യിൽ മലയാളത്തിൽ നിങ്ങൾ വായിക്കേണ്ട പുസ്തകങ്ങളും പിന്നെ ഇംഗ്ലീഷിൽ വായിക്കേണ്ട പുസ്തകങ്ങളും ഞാൻ എന്ത് ചെയ്യാം, വാട്സപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. യെസ്. ഓക്കെ, താങ്ക് യു സർ. നമുക്ക് വേണ്ടി 1 മണിക്കൂർ നല്ല അറിവുകൾ പറഞ്ഞു തന്ന ഷഫീഖ് സാറിന് എൻ്റെ പേരിലും ലിവ് ടു സ്മൈലിന്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു. Thank you, sir. Thank you, sir.